നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്ക് ടൈം ബുക്കിംഗ്. In addition to recording the time of arrival and the time of departure, it is also necessary to record the time spent by a worker on various jobs. Recording of time spent by worker on different jobs carried out by him during his period of attendance in the factory is called time booking. In short, time booking is concerned with recording of work time of a worker. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ടൈം കീപ്പിംഗ് ആയിരുന്നു. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് ടൈം കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വർക്കേഴ്സിൻ്റെ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ഒരു വർക്കിന് വേണ്ടി എത്ര ടൈമാണോ എടുത്തിട്ടുള്ളത് അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ വർക്കിന് വേണ്ടിയും വർക്കേഴ്സ് എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തത് എന്നാണ് നമ്മളിവിടെ ടൈം ബുക്കിങ്ങിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതായത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് വർക്ക് ടൈം ഓഫ് എ വർക്കർ. വർക്ക് ടൈം ഓഫ് എ വർക്കർ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടൈം ബുക്കിംഗ്. ഫസ്റ്റ് വൺ, ടു അസർടൈൻ ലേബർ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്. ഓരോ ജോബിൻ്റെയും ലേബർ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നു. സെക്കൻഡ് വൺ, ടു എൻഷുർ ദാറ്റ് ടൈം പെയ്ഡ് ഫോർ ഈസ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഓൺ പ്രൊഡക്ഷൻ. ഓരോ വർക്കേഴ്സിനും അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം അവർ മുഴുവനും പ്രൊഡക്ഷന് വേണ്ടിയാണോ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം അവർ ആ പ്രൊഡക്ഷന് വേണ്ടി തന്നെയാണോ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നു. ദെൻ തേർഡ് വൺ, ടു ഡിസ്ക്ലോസ് ഐഡിൽ ടൈം സോ ആസ് ടു കൺട്രോൾ ഇറ്റ്. അതുപോലെ തന്നെ ഐഡിൽ ടൈം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, to apportion overheads to different jobs or work order when it is based on labor hours. അതുപോലെ തന്നെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അത് കാരണം ലേബർ അവേഴ്സിൻ്റെ ബേസിസിലൊക്കെയാണ് ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുന്നതെങ്കിൽ ആ കേസിലൊക്കെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ സാധിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, ടു അസർടൈൻ ദ ലെവൽ ഓഫ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ലെവലൊക്കെ അസർടൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, ടു കമ്പയർ ലേബർ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ്. ഓരോ ജോബ്സിലുള്ള ലേബർ കോസ്റ്റ് എത്രയാണെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഒന്നിൽ കൂടുതൽ ജോബ്സൊക്കെ കാണില്ല, അപ്പോൾ ഓരോ ജോബ്സിനും വരുന്ന ലേബർ കോസ്റ്റൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ, ടു കൺട്രോൾ ലേബർ കോസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദ നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ്. ദർ ആർ 3 മെത്തേഡ്സ്. ഡെയിലി ടൈം ഷീറ്റ്, വീക്ക്ലി ടൈം ഷീറ്റ്, ദെൻ ജോബ് കാർഡ്. ഫസ്റ്റ് വൺ, ഡെയിലി ടൈം ഷീറ്റ്. In small firms, a daily timesheet is given to every worker. The daily timesheet contains the worker's name, code number, starting and closing time of each job. The worker records the time spent on every work order or job in this daily timesheet. The worker hand over this sheet every day to the foreman. സാധാരണ ഈ സ്മോൾ ഫേംസിലൊക്കെ ആയിരിക്കും ഈ ഡെയിലി ടൈം ഷീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഡെയിലി ടൈം ഷീറ്റ് എല്ലാ വർക്കേഴ്സിനും അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഈ ഡെയിലി ടൈം ഷീറ്റിൽ വർക്കേഴ്സിൻ്റെ നെയിം, കോഡ് നമ്പർ, അതുപോലെ തന്നെ എപ്പോഴാണ് വർക്ക് ആരംഭിക്കുന്നത്, അത് ക്ലോസ് ചെയ്യുന്ന ടൈം എല്ലാം ഉണ്ടായിരിക്കും. ദെൻ വർക്കേഴ്സ് ഈ വർക്കിന് വേണ്ടി എത്ര ടൈമാണോ സ്പെൻഡ് ചെയ്യുന്നത് അത് ഈ ഡെയിലി ടൈം ഷീറ്റിൽ അവർ എൻട്രി ചെയ്യണം. ഓരോ വർക്കിന് വേണ്ടിയും എത്ര ടൈമാണോ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇവർ ഈ ഡെയിലി ടൈം ഷീറ്റിൽ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ആ ദിവസത്തിൻ്റെ അവസാനം ഇവർ ഈ ഡെയിലി ടൈം ഷീറ്റ് ഫോർമാന് ഹാൻഡ് ഓവർ ചെയ്യണം. ദെൻ നെക്സ്റ്റ്, വീക്ക്ലി ടൈം ഷീറ്റ്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ക്ലറിക്കൽ വർക്ക്, ഈച്ച് വർക്കർ മേ ബി ഗിവൺ എ വീക്ക്ലി ടൈം ഷീറ്റ്. ഇൻ ദിസ് ഷീറ്റ്, the worker has to record the time spent on all jobs in a week. The only difference between daily timesheet and weekly timesheet is that in the case of weekly timesheet, it records the details of 1 week's work, and in the case of daily timesheet, it records only a day's work.
ഓക്കെ, വീക്ക്ലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ ടൈമായിരിക്കും അവർ ആ വീക്ക്ലി ടൈം ഷീറ്റിൽ അവർ റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ടൈം ഷീറ്റിൽ ഓരോ ദിവസവും റെക്കോർഡ് ചെയ്യണം അല്ലേ. ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പേപ്പേഴ്സ് ഓരോ ഷീറ്റ് കൊടുത്തിട്ട് ഓരോ ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരാഴ്ചത്തേക്കുള്ള വീക്ക്ലി ടൈം ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് എല്ലാ വർക്കേഴ്സിനും അലോട്ട് ചെയ്യുന്നു. ഈ വർക്കേഴ്സ് ഒരാഴ്ച അവർ വർക്കിന് വേണ്ടി എത്ര ടൈമാണോ സ്പെൻഡ് ചെയ്ത് എന്നുള്ളത് ആ വീക്ക്ലി ടൈം ഷീറ്റിൽ അവർ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ആ ആഴ്ചയുടെ അവസാനം അവരത് ഫോർമാന് ഹാൻഡ് ഓവർ ചെയ്യണം. എന്ന് വെച്ചാൽ ഡെയിലി ടൈം ഷീറ്റും വീക്ക്ലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ സംഭവം തന്നെയാണ്. പക്ഷേ അതിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രം. ഒരു ദിവസം അവർ ഓരോ വർക്കിന് വേണ്ടി എത്ര ടൈമാണോ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് എൻട്രി ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ വീക്ക്ലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ അവർ ടൈം ഓരോ വർക്കിന് വേണ്ടി എത്ര ടൈമാണോ സ്പെൻഡ് ചെയ്യുന്നത് അതായിരിക്കും ആ വീക്ക്ലി ടൈം ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ജോബ് കാർഡ്. This is another method of recording the time spent by the worker on the job. Under this method, a separate card is maintained for each job. This card is known as job card or job ticket. When a worker starts work on a job, he will be allotted the job card. In that card, he records the time of starting the job. When he completes the job, he will be record the time of completion of the job. Thus, the time spent on the job can easily be ascertained. അടുത്ത ജോബ് കാർഡാണ്. ജോബ് കാർഡ് എന്ന് പറയുന്നത് ഓരോ ജോബിന് വേണ്ടിയും ഒരു സെപ്പറേറ്റ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ ജോബിന് വേണ്ടിയും ഓരോ ജോബ് കാർഡ് എന്ന് പറയുന്നൊരു കാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഈ കാർഡിന് നമ്മൾ ജോബ് ടിക്കറ്റ് എന്നും പറയാറുണ്ട്. ഈ കാർഡിന് ജോബ് ടിക്കറ്റ് ഓർ ജോബ് കാർഡ് എന്നും പറയാറുണ്ട്. ദെൻ ഈ വർക്ക് ആരംഭിക്കുന്ന സമയത്ത് ഈ വർക്കേഴ്സിന് ഈ ജോബ് കാർഡ് അലോട്ട് ചെയ്ത് കൊടുക്കും. ദെൻ ആ വർക്കേഴ്സ് അവർ എപ്പോഴാണോ വർക്ക് ആരംഭിച്ചത് എന്നുള്ള ടൈം ആ ജോബ് കാർഡിൽ എൻറ്റർ ചെയ്യണം. അതുപോലെ അവസാനിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ ജോബ് കാർഡ് അലോട്ട് ചെയ്യും. ദെൻ അവരെന്ത് ചെയ്യും, ആ അവസാനിക്കുന്ന ടൈം, ആ വർക്ക് അവസാനിക്കുന്ന ടൈമും അതിൽ എൻറ്റർ ചെയ്യും. എന്ന് വെച്ചാൽ ഓരോ ജോബിന് വേണ്ടിയും ഓരോ കാർഡാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ വർക്കേഴ്സ് എല്ലാം ഈ ജോബ് കാർഡ് കൊടുക്കും. എന്ന് വെച്ചാൽ പാസ് ചെയ്ത് കൊടുക്കും. അവരെന്ത് ചെയ്യും, അവർ അവർ ആ വർക്ക് ആരംഭിക്കുന്ന സമയം എത്രയാണോ അതും എൻറ്റർ ചെയ്യും. ആ വർക്ക് അവസാനിക്കുന്ന സമയം അതിൽ എൻറ്റർ ചെയ്യും. അങ്ങനെയുള്ള കാർഡാണ് ജോബ് കാർഡ്. ദെൻ ഈ ജോബ് കാർഡിൻ്റെ ഈ ആരംഭിക്കുന്ന ടൈമും അവസാനിക്കുന്ന ടൈമും വെച്ചുകൊണ്ട് ഓരോ ജോബിന് വേണ്ടിയും എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ജോബ് കാർഡ്. അതിൽ ഫസ്റ്റ് ജോബ് കാർഡ് ഫോർ ഈച്ച് ജോബ്. ദെൻ സെക്കൻഡ് വൺ, ജോബ് കാർഡ് ഫോർ ഈച്ച് വർക്കർ. തേർഡ് വൺ, കമ്പൈൻഡ് ടൈം ആൻഡ് ജോബ് കാർഡ്. ദെൻ പീസ് വർക്ക് കാർഡ്. അതിൽ ഫസ്റ്റ് വൺ, ജോബ് കാർഡ് ഫോർ ഈച്ച് ജോബ്. Under this method, a separate job card is prepared for each job. This job card moves from worker to worker as the work on the job progresses. It contains particulars like job order, description number, date, nature of operations, worker's ticket number, rate of wages and total wages, etc. അല്ല, ജോബ് കാർഡ് ഫോർ ഈച്ച് ജോബ് എന്ന് പറയുമ്പം ഓരോ ജോബിനും ഓരോ കാർഡായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ കാർഡ് ജോബ് നടക്കുന്ന സമയത്ത് ജോലി എന്ന് വെച്ചാൽ ജോലി ആരംഭിക്കുന്ന സമയത്ത് ഈ ജോബ് കാർഡ് എല്ലാ വർക്കേഴ്സിനും പാസ് ചെയ്ത് കൊടുക്കും. ആ പാസ് ചെയ്യുന്ന സമയത്ത് വർക്കേഴ്സ് അവരുടെ അതിനകത്ത് ടൈം എൻറ്റർ ചെയ്യണം. അവർ ആ ജോബിന് വേണ്ടി എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തത് ആ ടൈം അതിനകത്ത് എൻറ്റർ ചെയ്യണം. അപ്പോൾ ഈ ജോബ് കാർഡിൽ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജോബ് ഓർഡർ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, നമ്പർ, ഡേറ്റ്, നാച്ചർ ഓഫ് ഓപ്പറേഷൻ, വർക്കേഴ്സ് ടിക്കറ്റ് നമ്പർ, റേറ്റ് ഓഫ് വേജസ്, ടോട്ടൽ വേജസ്, ഇതൊക്കെ ഈ ജോബ് കാർഡിൽ ഉണ്ടായിരിക്കും. ദെൻ അടുത്ത് ജോബ് കാർഡ് ഫോർ ഈച്ച് വർക്കർ. In this method, each worker is allotted a job card at the beginning of each work or each day. The time of starting and finishing each job by the worker is recorded in it. This is used to know how the worker's time is spent on various jobs. ജോബ് കാർഡ് ഫോർ ഈച്ച് വർക്കർ എന്ന് പറഞ്ഞാൽ ഓരോ വർക്കറിനും
ഓരോ ജോബ് കാർഡ് അലോട്ട് ചെയ്യും. ദെൻ ഈ ജോബ് കാർഡിൽ വർക്കേഴ്സ് ഓരോ വർക്ക് ആരംഭിക്കുന്ന ടൈമും അവസാനിക്കുന്ന ടൈമും അവർ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ ജോബ് കാർഡ് ഫോർ ഈച്ച് ജോബായിരുന്നു. അതിൽ ഓരോ ജോബിനും ഓരോ കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ജോബ് കാർഡ് ഫോർ ഈച്ച് വർക്കർ, ഓരോ വർക്കറിനും ഓരോ കാർഡാണുള്ളത്. അപ്പോൾ ആ വർക്കർ ഏതൊക്കെ ജോബാണോ അദ്ദേഹം എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വർക്കാണോ ഏറ്റെടുക്കുന്നത്, അതിനെല്ലാം ഈ ജോബ് കാർഡ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ദെൻ അവർ ഓരോരുത്തർക്കും തന്നെ ഓരോ കാർഡാണുള്ളത്. ആ കാർഡിൽ അവർ ഓരോ ടൈമും ഓരോ ജോബിന് വേണ്ടി ആരംഭിക്കുന്ന ടൈമും അവസാനിക്കുന്ന ടൈമും അവർ എൻട്രി ചെയ്യണം. ദെൻ കമ്പൈൻഡ് ടൈം ആൻഡ് ജോബ് കാർഡ്. ദിസ് കാർഡ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ബോത്ത് ദ അറ്റൻഡൻസ് ടൈം ആൻഡ് ദ ജോബ് ടൈം ഓഫ് വർക്കർ ഓൺ വൺ കാർഡ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ കമ്പൈൻഡ് ടൈം ആൻഡ് ജോബ് കാർഡ്. Thus, this method fulfills the objectives of both time keeping and time booking. അപ്പം കമ്പൈൻഡ് ടൈം ആൻഡ് ജോബ് കാർഡ് എന്ന് പറയുന്നത് ഇതിൽ വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് ടൈമും കാണും, ജോബ് ടൈമും കാണും. അറ്റൻഡൻസ് ടൈം വർക്കേഴ്സ് അറ്റൻഡൻസ് ടൈം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, അവർ ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ, ഒരു ഓർഗനൈസേഷനിലേക്ക് വരുന്ന ടൈമും പോകുന്ന ടൈമും ആ ടൈമും കാണും. അതുപോലെ തന്നെ ഓരോ ജോബിന് വേണ്ടി അദ്ദേഹം ഏറ്റെടുക്കുന്ന ടൈമും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് ടൈമും കൂടെ എൻട്രി ചെയ്യുന്ന കാർഡാണ് കമ്പൈൻഡ് ടൈം ആൻഡ് ജോബ് കാർഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ ടൈം കീപ്പിംഗ് കാണും, ടൈം ബുക്കിംഗ് കാണും. ഈ കാർഡിൽ ടൈം കീപ്പിംഗ് കാണും, ടൈം ബുക്കിങ്ങും കാണും. നെക്സ്റ്റ് പീസ് വർക്ക് കാർഡ്. This method is used when the workers are paid wages on a piece rate basis. In such factories, a piece work card is issued to each worker. He records in it the number of units produced or quantity of work done. സാധാരണ ഇതിൽ ഈ പീസ് വർക്ക് കാർഡ് കൊടുക്കുന്നത് പീസ് റേറ്റ് ബേസിസിൽ വേജസ് കൊടുക്കുന്ന ഫേംസിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഫാക്ടറീസിൽ ഓരോ വർക്കറിനും ഓരോ കാർഡ് കൊടുക്കും, ഓരോ ഈ പീസ് വർക്ക് കാർഡ് കൊടുക്കും. ആ പീസ് വർക്ക് കാർഡിൽ വർക്കേഴ്സ് എത്ര യൂണിറ്റ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് അവർ എൻട്രി ചെയ്യണം. അവർ എത്ര യൂണിറ്റ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതാണ് ഈ പീസ് വർക്ക് കാർഡിൽ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ജോബ് കാർഡ്. ടൈപ്സ് ഓഫ് ജോബ് കാർഡ് എന്ന് പറയുമ്പം 4 തരം ജോബ് കാർഡാണുള്ളത്. ഒന്ന് ജോബ് കാർഡ് ഫോർ ഈച്ച് ജോബ് കാർഡ് ഫോർ ഈച്ച് വർക്കർ. തേർഡ് വൺ കമ്പൈൻഡ് ടൈം ആൻഡ് ജോബ് കാർഡ്. നാലാമത്തെ പീസ് വർക്ക് കാർഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ടൈം ബുക്കിംഗ് ആണ്. ടൈം ബുക്കിങ്ങിൽ മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ് 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഡെയിലി ടൈം ഷീറ്റ്, 2 വീക്ക്ലി ടൈം ഷീറ്റ്, 3ാമത് ജോബ് കാർഡാണ്. നമ്മൾ ജോബ് കാർഡിൻ്റെ ടൈപ്സും 4 പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.